Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ചാപ്റ്റർ 2-ലെ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ മുന്നത്തെ വീഡിയോ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് റാൻഡം വേരിയബിൾ എന്താണ്, അതേപോലെ ഡിസ്ക്രിറ്റ് എന്താണ്, കണ്ടിന്യൂസ് എന്താണെന്നൊക്കെ പറഞ്ഞു തുടങ്ങണം. അപ്പോൾ ഒന്നുകൂടിയിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യാന്നുള്ള ലെവലിലാണ് വീണ്ടും ഈ കാര്യം പറയുന്നത്. അതായത് നമ്മളൊരു റാൻഡം എക്സ്പെരിമെന്റ് നടത്തുക പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൂടെ ഉണ്ടാവുന്ന ഔട്ട്കം, അതായത് എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ള കാര്യം, അതിനെയാണ് ഔട്ട്കം എന്ന് പറയുന്നത്. ആ ഔട്ട്കമ്മിന് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂമറിക്കലായിട്ടൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് അതിന്റെ ഔട്ട്കമ്മുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് റാൻഡം വേരിയബിൾ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം എത്രത്തോളം ഉണ്ടാവാം അതെല്ലാം കൂടി സാമ്പിൾ സ്പേസ്. അതിൽ നിന്ന് ഇന്നത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, അതിനൊരു വാല്യൂ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ. അപ്പൊ ഇതില് നമ്മൾ മൊത്തത്തിൽ ഇന്നലെ പറഞ്ഞൊരു കാര്യത്തിന് ഇവിടെ നോട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പൊ റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഔട്ട്കമ്മിനെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂമറിക്കൽ വാല്യൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്നു. അപ്പൊ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റാൻഡം വേരിയബിൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ആ റാൻഡം വേരിയബിളിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എക്സ് കൊണ്ട് സൂചിപ്പിക്കാം. അവിടെ എക്സിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, റാൻഡം വേരിയബിൾ ആയിട്ട് കണക്കാക്കുക. ആ റാൻഡം വേരിയബിളിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് അറിയേണ്ടത് നമ്പർ ഓഫ് ടെയിൽ. ഇതാണ് റാൻഡം വേരിയബിൾ. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടെയിൽ, എത്ര തവണ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ടെയിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പൊ ഇവിടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ ആകെ സംഭവിക്കാൻ ഇടയുള്ള സാധ്യതയാണ് എന്ത് പറയുന്നത്, സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഒരു കോയിൻ ഒരു വട്ടം നമ്മൾ ടോസ് ചെയ്യുമ്പോൾ രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഹെഡ് വീഴും, അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും വീഴുക. അപ്പൊ ഈ സാധ്യതകളെയാണ് നമ്മൾ എന്ത് പറയുക, ഈ ഔട്ട്കംസിനെ എന്ത് പറയുന്നത്, ഈ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാമ്പിൾ സ്പേസിൽ നിന്നുകൊണ്ട് നമുക്കൊരു റാൻഡം വേരിയബിൾ എക്സ് സെലക്ട് ചെയ്യണമെങ്കിൽ, എക്സ് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ചോദിച്ചിരിക്കുന്ന കാര്യം എന്തായിരുന്നു, നമ്പർ ഓഫ് ടെയിൽ ആണ് ചോദിച്ചത്. നമ്പർ ഓഫ് ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ആദ്യത്തെ കേസ് ഹെഡ് ആണ് വീണതെങ്കിൽ അവിടെ ടെയിൽ എത്ര ഉണ്ടാവും, അവിടെ 0 ആയിരിക്കും, ശരിയല്ലേ. ഇനി ടെയിലാണ് വീണതെങ്കിലോ അവിടെ 1 ആണ് വരിക, അതായത് ടെയിൽ വീണു, അപ്പോൾ ഇവിടെ 1 എന്നാണ് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ അതിന്റെ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് പറയാം, 0യും 1ഉം ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയാൻ പറ്റും. അപ്പൊ ഇതിനെ തന്നെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കോയിൻ ടോസ് ചെയ്യുക എന്നുള്ളതാണ് റാൻഡം എക്സ്പെരിമെന്റ്. അത് ചെയ്താൽ നമുക്ക് മാക്സിമം കിട്ടാവുന്ന ഔട്ട്കം എന്താണ്, ഒന്നില്ലെങ്കിൽ ഹെഡ് ആവും, ടെയിൽ ആവും. ഇതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി എടുക്കുന്ന വേരിയബിളിൽ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ ആ വേരിയബിൾ എന്തിനാ കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് ടെയിൽ ആണ് കാണേണ്ടതെങ്കിൽ അവിടെ എന്താ വരിക, നമുക്ക് ഹെഡ് ആണ് വീഴുന്നതെങ്കിൽ ടെയിലിന്റെ വാല്യൂ പറയുന്നത് 0 ആയിരിക്കും. ടെയിലാണ് വീണതെങ്കിൽ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 1. അപ്പോൾ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 0യും 1ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, അതായത് ഈ റാൻഡം വേരിയബിളിന് നമുക്ക് 0 കൊടുത്തിട്ടും കണ്ടുപിടിക്കാം, 1 കൊടുത്തിട്ടും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വാല്യൂ അസൈൻ ചെയ്തുകൊണ്ടാണ് ഇത് റാൻഡം വേരിയബിൾ ആയിട്ട് മാറുന്നത്. ഇനി ഈ റാൻഡം വേരിയബിളിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും ഉണ്ട്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും ഉണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ വാല്യൂവിനെ കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. കോയിൻ ടോസ്ഡ്, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കാൻ പറ്റും, നമുക്കിവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, എക്സിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 0യും 1ഉം ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, കൗണ്ടബിൾ ആണ്. അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ബോക്സിൽ 10 ബൾബ് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിൽ എത്ര ബൾബ് കേടാണ് എന്ന് ചോദിച്ചാൽ നമുക്കത് എണ്ണി പറയാൻ പറ്റും. ഇതിൽ 5 എണ്ണം കേടാണ്, 2 എണ്ണം കേടാണ്, കൃത്യമായിട്ട് മെഷർ ചെയ്യാനും കൗണ്ട് ചെയ്യാനും പറ്റും. ഇനി ഒരു വീട്ടിൽ എത്ര കുട്ടികളുണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി, അതെല്ലാം നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ഡിസ്ക്രിറ്റ് റാൻഡം വേരിയബിൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് കിട്ടുന്ന ആ പ്രോബബിലിറ്റി ലിസ്റ്റ്, അല്ലെങ്കിൽ ആ ലിസ്റ്റ് ഓഫ് പ്രോബബിലിറ്റീനെ നമ്മൾ എന്ത് പറയാം, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയാം.
അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സിൻ്റെ വാല്യൂ 0 ആവുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ, എക്സിൻ്റെ വാല്യൂ 1 ആവുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുന്നതിനെ ഒരു ലിസ്റ്റ് ആക്കി നമ്മൾ എഴുതുന്നതിനെ തന്നെ എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് എന്ത് പറയുന്നത്, PMF എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിളാണ് അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത്. ആ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ നമുക്ക് ഇതേപോലെ തന്നെ വാല്യൂ അസൈൻ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ഒരു ലിസ്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് ഇവിടെ പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള റാൻഡം വേരിയബിളിൽ വരുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് PDF. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിളിൽ വരുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ടിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾ എന്താന്ന് പറയാം. ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസിന് എങ്ങനെയാണ്, നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത് അനന്തമാണ്, ഇൻഫിനിറ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ത് പേര് അറിയപ്പെടുന്നത്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ വേരിയബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്ക്രീറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ്, ആ വേരിയബിൾസിൻ്റെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക, വാല്യൂസ് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഓറഞ്ചിൽ മധുരമുണ്ട്, ഷുഗർ ഉണ്ട്, അതിന് എത്ര എമൗണ്ട് ഷുഗർ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്താ കൗണ്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അത് ഏതിന് എക്സാമ്പിളാണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലെ എക്സാമ്പിളാണ്. പോസിബിൾ വാല്യൂസ് ഓഫ് എ ടെമ്പറേച്ചർ ഔട്ട്സൈഡ് ഇൻ എനി ഗിവൺ ഡേ. ഇപ്പോൾ പറയുകയാണ് മാർച്ച് 4-ാം തീയതി ആ ഒരു ദിവസം ഉള്ള ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് അതിനെ കൃത്യമായി നമുക്ക് മെഷർ ചെയ്ത് പറയാനൊന്നും പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ലൈഫ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ്. ഇതൊക്കെ എക്സാമ്പിൾ പറയുന്നത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 2000 മണിക്കൂറാണ് ഒരു ബൾബ് കത്തുന്നത് എന്ന് വിചാരിക്കുക. പക്ഷേ അപ്പോൾ നമുക്ക് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് കിട്ടും 0 മുതൽ 2000 മണിക്കൂർ വരെ ആവാം. പക്ഷേ ഈ കാലത്തിനിടയിൽ ഏത് സമയത്താണ് അത് നിന്ന് പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 10 മണിക്കൂർ കത്തിക്കഴിഞ്ഞാൽ തന്നെ അത് കേടുവന്ന് നിന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ 10.5 മണിക്കൂറാവും, ചിലപ്പോൾ 10.15 മണിക്കൂറാവും, അല്ലെങ്കിൽ 10 മണിക്കൂറും 1 സെക്കൻഡും ആവാം. അപ്പോൾ അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വാല്യൂസ് വരെ നമുക്ക് വരുന്നത് ഏത് മെത്തേഡിലാണ് വരിക, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ലിസ്റ്റ് ഓഫ് പ്രോബബിലിറ്റീസ് അസോസിയേറ്റ് ഇറ്റ്സ് പോസിബിൾ വാല്യൂസ്, അതിനെയാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് PMF എന്ന് പറയുന്നത്. ഇതിൽ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എത്ര വരെ എക്സിന് കൊടുക്കാം എന്നുള്ള. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ തന്നെ P of x ഈക്വൽ ടു, ഇവിടെ 2 x കൊടുത്തിട്ടുണ്ട്, ഒന്ന് വലിയ എക്സും ഒന്ന് ചെറിയ എക്സും. ചെറിയ എക്സ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. വലിയ എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ എന്താണോ അതിൽ നമുക്ക് ഏതൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ 0, 1 അങ്ങനെയൊക്കെ കൊടുത്തിട്ടല്ലേ കണ്ടത്. അപ്പോൾ ഇതിനെയാണ് PMF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മാക്സിമം ഉള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, P of x ഈക്വൽ ടു, ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാക്സിമം 0 to 1 ആയിരിക്കും. ഇനി പ്രോബബിലിറ്റി ഓഫ് എ ടോട്ടൽ നമ്പർ ഓഫ് ടെയിൽസ് ഒബ്റ്റൈൻഡ് ഇൻ 3 ടോസസ് ഓഫ് എ കോയിൻ. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്, 3 കോയിൻ ഒരേ സമയം നമ്മൾ ടോസ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള സാധ്യതകൾ ഔട്ട്കം വരാം. അപ്പോൾ അവിടെ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടെയിൽസ് എന്ന് എടുക്കുക. ഇതാണ് ഒരു വേരിയബിൾ സെലക്ട് ചെയ്ത് നമ്പർ ഓഫ് ടെയിൽസ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 3 കോയിൻ ഒരേ സമയം ടോസ് ചെയ്യുമ്പോൾ വരാൻ സാധ്യത. ഇപ്പോൾ 3 കോയിൻ ഒരേ സമയം ടോസ് ചെയ്യുമ്പോൾ 3 ഹെഡ് വരാം, 2 ഹെഡും 1 ടെയിലും വരാം, 1 ഹെഡ് 1 ടെയിൽ 1 ഹെഡ് വരാം. അങ്ങനെ നമുക്ക് സാധ്യതകൾ പറയുമ്പം, അപ്പോൾ ഇതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. 1, 2, 3, 4, 5, 6, 7, 8 ഇത്രയും മാക്സിമം സംഭവിക്കും. ഈ 8 കാര്യങ്ങളെ സംഭവിക്കുള്ളൂ, അതിനപ്പുറം നമുക്ക് സംഭവിക്കാൻ പറ്റില്ല. ഇനി നമ്മളോട് ചോദിച്ച റാൻഡം വേരിയബിൾ എന്താണ്, നമ്പർ ഓഫ് ടെയിലാണ്. അപ്പോൾ ആദ്യത്തെ ഈ 3 കോയിൻ അറ്റ് എ ടൈം ടോസ് ചെയ്തപ്പോൾ അവിടെ ടെയിൽ വരാനുള്ള സാധ്യതയാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെയിൽ വരാനുള്ള സാധ്യത എന്താ, 3H ആയതുകൊണ്ട് ഇവിടെ എന്താ 0 ആണ്. ഇനി രണ്ടാമത്തേൽ ടെയിൽ വരാനുള്ള സാധ്യത 1 ആണ്. ഇവിടെ ടെയിൽ വരാനുള്ള സാധ്യത 1 ആണ്. ഇവിടെയും 1 ഉള്ളൂ. ഇവിടെ 2 ടെയിൽ ഉണ്ട്, ഇവിടെ 2 ടെയിൽ, ഇവിടെ 2 എണ്ണം, ഇവിടെ 3
ടെയിലാണ് വന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടെയിൽസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്പർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 0 ഉണ്ട്, 1 1 1 2 2 2 3. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ? 0 കൊടുക്കാം, 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. ഓക്കെ, എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ എക്സിന് കൊടുക്കാൻ എത്ര വരെ പറ്റുള്ളൂ? ആ മാക്സിമം സാധ്യതകൾ എഴുതി വെച്ചിട്ട് നമ്മളോട് ചോദിച്ചത് റാൻഡം വേരിയബിൾ സെലക്ട് ചെയ്താന്നുള്ളത് ടെയിലായിരുന്നു. ടെയിലിൻ്റെ മാത്രമുള്ള ആ ഒരു സാധ്യതേനെ എക്സ് 0 കൊടുക്കുക, എക്സിന് 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. ഇനി എക്സ് 0 ആവുമ്പോൾ, എക്സിൻ്റെ വില 0 ആവുമ്പോൾ പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 3 ഹെഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് 0 ആവുമ്പം ഇത് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താ? 1/8 ആണ്. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. ഇനി എക്സ് 1 ആവുമ്പോൾ, എക്സ് 1 ആവുക എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ എത്ര എണ്ണം വന്നു? 1 2 3 3 സാധ്യതകളാണ്. ടോട്ടൽ എത്ര എണ്ണം ഉള്ളത്? 8 ആണുള്ളത്. ആ 8 എണ്ണത്തിൽ 3 പ്രാവശ്യം ഏത് വരാം നമുക്ക്? എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു ടെയിൽ വീഴാനുള്ള സാധ്യത 3 തരത്തിൽ അവിടെ സംഭവിക്കുക എന്നാണ് പറയുന്നത്. അതാണ് 3/8 എന്ന് പറയുന്നത്. എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ടെയിലെങ്കിലും വരുന്ന അവസ്ഥ. 2 ടെയിൽ വരുന്ന അവസ്ഥ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ 2 എണ്ണമാണ്, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 1 2 3. അപ്പോൾ 3/8 അതാണ് എക്സ് 2 ആവുമ്പോഴുള്ള വാല്യൂ. ഇനി എക്സ് 3 ആവുന്ന ഒരൊറ്റ കേസിലേ ഉള്ളൂ. എന്താണ്? 3 ടെയിൽ വരുന്ന ഒരൊറ്റ കേസ്. അപ്പോൾ അവിടെ എത്ര വരും? 1/8 ആണ് വരുന്നത്. ഓക്കെ, എക്സ് 0 ആവുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് 0 ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ടെയിലേ വരുന്നില്ല, ഹെഡ് മാത്രം വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് അവിടെ 0 കൊടുക്കുമ്പോൾ ഒരു തവണ മാത്രമാണ് അങ്ങനെ വരുന്ന ഒരു ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമം ചാൻസസിനെയാണ് നമ്മളിവിടെ ഇങ്ങനെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ഒരു 3 കോയിൻ ടോസ് ചെയ്തതിൽ ഇതിൻ്റെ അപ്പുറം ഒരു ഉത്തരം ഉണ്ടാവില്ല. മാക്സിമം ഇത്രയും സാധ്യതകൾ മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് എന്ത് വേണം എന്നുള്ളതാണ് റാൻഡം വേരിയബിൾ കാണിക്കുന്നത്, വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെടുത്ത വേരിയബിൾ ടെയിലിൻ്റെ എണ്ണം അറിയാനായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി കണക്കാക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മാക്സിമം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് എക്സ്, സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. നിങ്ങൾ വെറുതെ ഒന്ന് കൂട്ടി നോക്കൂ, ഇതിൻ്റെ താഴെ ഉള്ളതെല്ലാം 8 ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കൂട്ടാൻ പറ്റും. 1 1 3 4 4 3 7 7 1 8. അപ്പോൾ ലാസ്റ്റ് എന്താ കൂട്ടുമ്പോൾ എഴുതുക? 8/8. 8/8 പറഞ്ഞാൽ എന്താണ് ഉത്തരം? എന്താണ്? 1 + 3 + 3 + 1/8. ടോട്ടൽ 8/8. 8/8 ഈക്വൽ ടു 1 ആണ് വരിക. അപ്പോൾ സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിനെ കറക്റ്റ് നമുക്കൊരു ലിസ്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ എക്സിൻ്റെ വാല്യൂസ് പറഞ്ഞിട്ട് 0 1 2 3 എന്നിടാം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ട് 0 1 1/8, 1 3/8, 2 3/8 അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വേരിയബിളിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നലെ എടുത്ത ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഒന്നുകൂടി അവിടുന്ന് ക്ലാരിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു സ്ട്രീമിലേക്ക് വരുന്നൊരു കുട്ടിക്ക് ഒരിക്കലും മനസ്സിലാവുന്ന രീതിയിലല്ല ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലാസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും ഈ ഒരു ചാപ്റ്ററിന് അധികവും തിയറി ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. പ്രോബ്ലംസ് വരുന്നുണ്ട്, അത് ആ സമയത്ത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എക്സാമിൻ്റെ പോയിന്റിന് വേണ്ടി പഠിക്കേണ്ട പ്രോബ്ലംസ് അതെടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ചാപ്റ്റർ റാൻഡം വേരിയബിൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചു വെച്ചോളൂ. അതിൻ്റെ 2 വിഭാഗങ്ങളിൽ ഒന്നാമത്തെയാണ് DRV എന്ന് പറയുന്നത്. അത് കൗണ്ടബിൾ ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എത്രയാണെന്നുള്ളത് അതിനെ കൃത്യമായിട്ട് നമുക്ക് എന്യൂമറേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അതിനെയാണ് എന്ത് പറയുക? DRV എന്ന് പറയുക. അത് പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എക്സ്പെക്റ്റഡ് വാല്യൂ, ഒരു ഡിസ്ക്രീറ്റ് DRVയുടെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് മീൻ തന്നെയാണ്. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എത്രയാണ് വരുന്നോ അതേ ബൈ നമ്പർ തന്നെയാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലമാണ് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്തപ്പോൾ ഇപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ 2 പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് ഡിസ്ക്രീറ്റ് DRVയുടെ. അപ്പോൾ ഇതൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് മാത്രം
പഠിച്ചു വെക്കുക. അഥവാ ചോദിക്കുകയാണെങ്കിൽ എഴുതാന്നുള്ളത് മാത്രം. കാരണം ഇതൊന്നും ഒരിക്കലും പ്രോബ്ലം ഈ ഒരു പാർട്ടിൽ നിന്ന് വരില്ല. കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ പോലും ഈ പ്രോബ്ലംസിന്റെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ DRVയുടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ പ്രോബബിലിറ്റീസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇൻഫർമേഷൻ ഇതൊന്നും നിങ്ങൾക്ക് വായിച്ച് എന്തായാലും ഓർത്ത് നിൽക്കില്ല. മാക്സിമം അത് വരുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇനിയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ വഴി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു നിശ്ചിത ഇടവേളയിൽ അതിൻ്റെ ഇടയിൽ അതിൻ്റെ വാല്യൂസ് വരികയും പക്ഷെ നമുക്ക് ഒരിക്കലും ഇത് കൗണ്ട് ചെയ്യാൻ കൂടി പറ്റാത്ത ഒരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അതിനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കും അത്. പക്ഷെ ഒരിക്കലും അതിൻ്റെ ആ ഒരു കാലത്തിനിടയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ നല്ലൊരു എക്സാമ്പിളാണ് ഒരു ബൾബിൻ്റെ ലൈഫ് ടൈം. ഒരു ബൾബിൻ്റെ ലൈഫ് ടൈം 2000 മണിക്കൂർ കത്തുമെന്നാണ് അവർ പറയുന്നതെങ്കിൽ 0 മുതൽ 2000 മണിക്കൂറാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ എത്ര സമയം കഴിയുമ്പോൾ നിന്ന് പോകുന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ടൈം, അതേപോലെ വെയിറ്റ്, ടെമ്പറേച്ചർ, ഡിസ്റ്റൻസ്, അങ്ങനെ അത് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള റാൻഡം വേരിയബിളിനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നതും പ്രോബബിലിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഒരു ഫിനോമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവിടുത്തെ ഔട്ട്കംസ് എങ്ങനെയായിരിക്കില്ല, നോട്ട് ഡിസ്ക്രീറ്റ്. നോട്ട് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. റാദർ ഫോൾ വിത്തിൻ എ കണ്ടിന്യൂം. ഒരു തുടർച്ച അവിടെ ഉണ്ടാവുമെങ്കിലും അത് വളരെ സ്ലോ ആയിട്ട് മാത്രമാണ് അത് കാണിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ അവിടെ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് വാല്യൂ ആയിരിക്കും അതിലുണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ഒരു ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് വാല്യൂ ആണെങ്കിൽ അതിനെയാണ് CRV എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ഷെയർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണെന്നുള്ളത്. വിച്ച് ടേക്ക് എനി വാല്യൂ ഫ്രം ആൻ ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ബിറ്റ്വീൻ 0 and 100%. മാക്സിമം ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 100% വരെ പോകുന്നത്. അത് 0യിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 0 to 100 വരെ പോകുമെന്നറിയാം. പക്ഷെ ഇതിൽ ഏത് വരും എന്നുള്ളത് നമുക്ക് ഒരിക്കലും അവിടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പെർസെൻറ്റേജ് ഓഫ് അട്രീഷൻ എമംഗ് എംപ്ലോയീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എത്ര പേര് അവിടുന്ന് വിട്ടുപോകുന്നു എന്ന് പറയാൻ പറ്റില്ല. എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ആ ഒരു ഫെയിലിയർ, പിന്നെ അതേപോലെ തന്നെ ഇ കൊമേഴ്സ് പോർട്ടലിൽ ഒരു ഓർഡർ പ്ലേസ് ആവാൻ എത്ര സമയം കംപ്ലീറ്റ് ആയി എടുക്കും എന്ന് പറയാൻ പറ്റില്ല. ടൈം ടേക്കൺ ടു, എല്ലാം അവിടെ സംഭവിക്കും, പക്ഷെ അത് എപ്പോൾ എങ്ങനെ എത്രയാണെന്നൊന്നും അത് നമുക്ക് കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റില്ല. ടൈം ടേക്കൺ ടു റിസോൾവ് എ കസ്റ്റമർ കംപ്ലയിൻറ്റ് ടു കോൾ ആൻഡ് സർവീസ് സെൻറ്റേഴ്സ്. സർവീസ് സെൻറ്ററിലേക്ക് നമ്മളൊരു കസ്റ്റമർ കംപ്ലയിൻറ്റ് പറയുമ്പോൾ എത്ര സമയത്തിനുള്ള അവരുടെ പ്രശ്നം അവിടെ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിളിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് അതൊന്ന് പഠിച്ചു വയ്ക്കുക. അതേപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അൺകൗണ്ടബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ പറയുന്നത് ഒരു ഏരിയ അണ്ടർ ദ കർവാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ നമുക്ക് പ്രോബ്ലം വെച്ച് പഠിക്കാനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും ഇപ്പോഴത്തെ 4th സെമസ്റ്ററിലാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ ആൻഡ് വേരിയൻസ്, ഒരു CRVയുടെ എക്സ്പെക്റ്റഡ് വാല്യൂ വേരിയൻസും എങ്ങനെയാണ്. നമ്മൾ DRVയിൽ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് മീൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെയും അതിൻ്റെ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും പ്രോബ്ലംസ് ചോദിക്കില്ല, അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും നമുക്കിവിടെ തന്നിട്ടില്ല. വേരിയൻസും ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എക്സ്പെക്റ്റഡ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. പറ്റുന്നവർ വെറുതെ ഒന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റുമെങ്കിൽ അതൊന്ന് പഠിച്ചു വയ്ക്കുക എന്ന് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. ഇതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു CRV ആണെങ്കിൽ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, PDF എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ്
ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഈ രണ്ട് പേരിൽ പറയുന്നത്. അപ്പോൾ ഇവിടെയും അതിന്റെ ഇക്വേഷൻ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പ്രധാനമായിട്ടും എത്രത്തോളം ഒരു സംഭവം നടക്കാനുള്ള ആ ഒരു സാധ്യത ഇൻഫിനിറ്റ് ലെവലിൽ നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് ഈ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനൊക്കെ അഥവാ എഴുതാൻ തിയററ്റിക്കലി ചോദിക്കുകയാണെന്ന് വെച്ചാൽ മാത്രമാണ് അവിടെ എഴുതേണ്ട കാര്യമുള്ളൂ. പറ്റുന്ന ആളുകൾ മാത്രം ഒന്ന് ഇത് പഠിച്ചു പോവുക. അപ്പോൾ ഈ ഒരു കർവ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ മാത്രം സാധ്യത അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഫംഗ്ഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിൽ മാക്സിമം അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മീൻ വാല്യൂ ആയിരിക്കും. അതേസമയം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റാൻഡം വേരിയബിൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിൽ നമുക്ക് വരുന്നത് ആ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടോ. ഇപ്പം ഇതാണ് ഒരു ഏരിയ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇപ്പം ഇങ്ങനെ ഒരു കർവിൽ നമുക്കൊരു ഏരിയ, ഒരു സ്പെസിഫൈഡ് ആയിട്ട് സ്ഥലം തന്നിട്ടുണ്ട്, എയും ബിയും കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ മാത്രം പ്രോബബിലിറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയുടെ മാത്രം കണ്ടത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫംഗ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുക. മാത്സിലത്തെ ഇൻ്റഗ്രേറ്റഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഇതിൻ്റെ വാല്യൂ അറിയും, അതിൽ നിന്ന് ഇത്രയും പോർഷൻ കുറച്ചാൽ കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ വാല്യൂ ഉണ്ടായിരിക്കും ഈ ഒരു കർവിന്. ആ വാല്യൂവിൽ നിന്ന് ഈ ഒരു പോർഷൻ്റെ അളവും കുറയ്ക്കുക, ഇതും കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. മാക്സിമം എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ 0-നേക്കാൾ കൂടുതലായിട്ടുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ ഈക്വൽ ടു അതിൻ്റെ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ പോലെ കൊടുത്തു എന്നേ ഉള്ളൂ, അത്ര മാത്രമേ ഇവിടെ നോക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ്, ഈ എ ആൻഡ് ബിയുടെ വാല്യൂ, ഇവിടെ എയും ബിയും, അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂസ്, ഈ കാണുന്ന പോർഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, പി ഓഫ് എ ഈസ് ലെസ് ദാൻ എക്സും ഗ്രേറ്റർ ദാൻ ബിയും ആയിരിക്കും. എങ്ങനെയായിരിക്കും, പി ഓഫ് എ, എക്സ് ആണ് അവിടെ വലുതുണ്ടായിരിക്കാം. അപ്പോൾ ഈ എക്സിനേക്കാൾ ചെറുതായിരിക്കും എൻ്റെ വാല്യൂ, ബിയുടെ വാല്യൂ എക്സിനേക്കാൾ വലുതുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അത് ഈക്വലോ അല്ലെങ്കിൽ വലുതോ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏരിയ ബിറ്റ്വീൻ ദ വാല്യൂസ് എ ആൻഡ് ബി അണ്ടർ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഈ പ്രോബബിലിറ്റി PDF-ൻ്റെ സാധ്യതയിൽ പറയുമ്പോൾ, ഡെൻസിറ്റി ഫംഗ്ഷനിൽ പറയുമ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന എയും ബിയും ആയിരിക്കും. എക്സ് ആണ് ഇൻ ബിറ്റ്വീൻ വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. ആ വാല്യൂ എങ്ങനെയായിരിക്കും, അത് എനേക്കാൾ വലുതുമായിരിക്കും, ബിനേക്കാൾ ചെറുതുമായിരിക്കും. ഓക്കെ, അപ്പോൾ അത്ര മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ വേരിയൻസും അത്ര മാത്രമാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ തിയററ്റിക്കലി ഇത് വളരെ കുറവാണ്. എന്താണ് ഈ വേരിയബിൾ എന്ന് ചോദിക്കാം, പ്രോപ്പർട്ടി ചോദിക്കാം, അത് മാത്രമാണ് ഇതൊന്നും നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടുള്ളൂ. ഇക്വേഷൻ കണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, ഈ ഇക്വേഷൻ വെച്ച് ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മുടെ ടെക്സ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പ്രോബ്ലം ചോദിക്കില്ല എന്നുള്ള കാര്യം ഷുവറാണ്. പ്രോബ്ലം വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ എക്സാമിന് ചോദിക്കുന്ന പോലെ, അത് നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു വേരിയബിളിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും, എന്താ റാൻഡം വേരിയബിൾ, എന്താണ് ഡിസ്ക്രീറ്റ്, എന്താണ് കണ്ടിന്യൂസ്, അതിൻ്റെയൊക്കെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറഞ്ഞ പേരെന്താ, അതൊരു ഐഡിയ മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്